നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കുവാനുള്ള തീരുമാനം എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത്? ഇതാണ് ഇപ്പോൾ സർക്കാരിനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി സർക്കാർ ഈ വിവാദത്തിൽപ്പെട്ട് ഉഴലുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ എന്ന RMP നേതാവിനെ, അതായത് ഒരു കാലത്ത് CPM സജീവമായി പ്രവർത്തിച്ചിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ CPM എന്ന മാതൃസംഘടനയുടെ നയവൈകല്യങ്ങൾ ഇനിയും തനിക്ക് പൊറുക്കാവുന്നതല്ല, ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല, ആദർശങ്ങളെയും ആശയങ്ങളെയും ബലികഴിച്ചുകൊണ്ടുള്ള CPM ഈ പോക്കിൽ താൻ അതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃസംഘടനയായ CPM നിന്നും തെറ്റിപ്പിരിഞ്ഞ് RMP എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ടി.പി. ചന്ദ്രശേഖരൻ കണ്ണൂർ, വടകര, ഒഞ്ചിയം മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു. RMP രൂപം കൊണ്ടതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് RMP ഒഞ്ചിയം, വടകര, കണ്ണൂർ മേഖലകളിൽ തേരോട്ടം നടത്തിയത്. ഇത് CPM വിരളി പിടിപ്പിക്കുന്നതായിരുന്നു. ടി.പി. ചന്ദ്രശേഖരനെ ഇതുപോലെ തുടരുവാൻ വിട്ടുകഴിഞ്ഞാൽ ഇനി CPM എന്ന പാർട്ടി കേരളത്തിൽ മഷിയിട്ട് നോക്കുവാൻ പോലും ഉണ്ടാകില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ CPM സമുന്നതരായ നേതാക്കൾ RMP നേതാവായ ടി.പി. ചന്ദ്രശേഖരനെ വകവരുത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ CPM സമുന്നതരായ നേതാക്കളുടെ ഗൂഢാലോചനയുടെ ഫലമായി ടി.പി. ചന്ദ്രശേഖരനെ ഒരു രാത്രിയിൽ ഏതാണ്ട് 30ഓളം പ്രതികൾ ചേർന്ന് 51 വെട്ടി കൊല്ലുകയായിരുന്നു. ഇത് കേരളം കണ്ട ഏറ്റവും ദയനീയമായ, ദാരുണമായ കൊലപാതകം തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രതികൾക്ക് എല്ലാവർക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. ഈ കഴിഞ്ഞ 2 മാസത്തിനപ്പുറമായിരുന്നു ശിക്ഷാവിധി വന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ 7 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാൻ വേണ്ടിയുള്ള ശുപാർശ കത്ത് ജയിലിൽ നിന്നും കണ്ണൂർ DIGക്ക് അയക്കുകയുണ്ടായി. ഈ കത്താണ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ഈ കത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും പിന്നീട് അത് കോലാഹലമാകുകയും സർക്കാരിന് ഇരിക്കപ്പൊറുതിയില്ലാതെ ആവുകയും ചെയ്തു. അതോടുകൂടി ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും ഇത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശിക്ഷാ ഇളവ് നൽകുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ അറിയാതെ കടന്നു കൂടിയതാണ് എന്നുള്ള തട്ടാമുട്ടി പറഞ്ഞ് സർക്കാർ മുഖം രക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവാദത്തിൽ സർക്കാർ മുഖം രക്ഷിച്ചതിന് ശേഷം ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയായ വടകര MLA കൂടിയായ KK രമയുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ മറ്റൊരു പ്രതിയെ കൂടി ശിക്ഷാ ഇളവ് നൽകുന്നതിന്റെ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുകയാണ് എന്നാണ് രമയോട് അന്ന് പോലീസുകാർ പറഞ്ഞത്. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നു എന്നുള്ള വാർത്ത വിവാദമായതിന് തൊട്ടുപുറകെ സർക്കാർ ഇടപെട്ട് അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞതിന് പുറകെ തന്നെയായിരുന്നു വീണ്ടും ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയായ KK രമ MLAയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു വെരിഫിക്കേഷൻ നടത്തുവാൻ വേണ്ടി പോലീസ് വിളിച്ചത്. ഇത് സർക്കാരിന്റെ പൊറോട്ട് നാടകം തന്നെയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ രക്ഷിച്ചു പിടിക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരും ശ്രമിക്കുന്നത് എന്നാണ് അന്ന് KK രമയും പ്രതിപക്ഷ നേതാവായ VD സതീശനും അടക്കമുള്ളവർ നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ അന്തരീക്ഷം തങ്ങൾക്ക് പ്രതികൂലമാകുന്നു, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും CPM പ്രതികൂലമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ സർക്കാർ വീണ്ടും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നു എന്നുള്ള വിവരം എവിടെ നിന്നാണ് ഈ കത്ത് ചോർന്നു പോയത്? ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നാണോ അതോ കണ്ണൂർ DIGയുടെ ഓഫീസിൽ നിന്നാണോ കത്ത് ചോർന്നത്, മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത് എന്നുള്ള അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആളുകൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുവാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവുള്ളത് തന്നെയാണ്. മാത്രമല്ല, കഠിന ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നിയമം തന്നെയാണ്. ദീർഘകാലം ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന ആളുകൾ, അതായത് ജയിലിൽ 10 വർഷമെങ്കിലും ശിക്ഷ തുടർച്ചയായി അനുഭവിച്ചിരിക്കുന്ന ആളുകൾ ജയിലിൽ നല്ല നടപ്പ് നടക്കുന്ന പ്രതികളാണെങ്കിൽ അവർക്ക് ശിക്ഷാ ഇളവ് നൽകുവാൻ സ്വാതന്ത്ര്യ ദിനത്തിൽ അർഹതയുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും പേര് നറുക്കിട്ടെടുത്ത് അവർക്കാണ് സർക്കാർ ശിക്ഷാ ഇളവ് നൽകുന്നത്. ഇവിടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ
പ്രതികളെ, അതായത് CPM-ന്റെ കൊട്ടേഷൻ സംഘങ്ങളെ ഏത് വിധേനയും സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും കൂടി ചേർന്ന് TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ പുറത്തേക്ക് ഇറക്കി വിടുവാൻ വേണ്ടി നടത്തിയ പൊറോട്ട് നാടകമാണ് മാധ്യമങ്ങൾ പൊളിച്ചടുക്കിയത്. ആരാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർത്തി കൊടുത്തത് എന്നറിയുവാൻ വേണ്ടിയുള്ള അന്വേഷണം പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വാർത്ത വിവാദമായതിനെ തുടർന്ന് ജയിൽ അധികൃതരടക്കം 3 ജോലിക്കാരെയാണ് പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തത്. അതായത് ഈ വാർത്ത പുറത്തറിഞ്ഞത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാനക്കേടായി. TP ചന്ദ്രശേഖരൻ വധത്തിലെ കൊടും കുറ്റവാളികളെ CPM യാതൊരു തരത്തിലും വിഷമമില്ല, പശ്ചാത്താപമില്ല. എന്നാൽ ഈ വാർത്ത എങ്ങനെയാണ് പുറത്തറിഞ്ഞത് അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി, കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നറിയുവാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. 1 മാസത്തിനകം ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർത്തി കൊടുത്തത് എന്നുള്ളതിന്റെ ആശങ്കയെ മാത്രമാണ് സർക്കാരിനുള്ളത്. TP ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതികളെ ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുവാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? അത് കുറ്റകരമല്ലേ? അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങളെ ഒറ്റിക്കൊടുക്കുന്നത് ആരാണ് എന്നറിയുവാൻ വേണ്ടി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന CPM-ന്റെ നയവൈകല്യം തന്നെയാണ്, അല്ലെങ്കിൽ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തായാലും ഈ നാട്ടിൽ നീതിയും നിയമവും നിലനിൽക്കുന്ന അത്രയും കാലം പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ നേരത്തെ നിയമസഭയിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ, കൊടും കുറ്റവാളികളെ സമൂഹ മധ്യത്തിൽ ഇറങ്ങി നടക്കുവാൻ വേണ്ടി അനുവദിക്കില്ല. ഹൈക്കോടതി വിധിച്ചിരിക്കുന്ന ഈ നിയമന ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ തന്നിഷ്ടം പോലെ ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ വരെ ഇതിന്റെ നിയമ നടപടികളുമായി പോകും എന്ന് തന്നെയാണ് KK രമയും VD സതീശനും നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ ഒരു അന്വേഷണം ഏർപ്പാടാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്ന വിവരം പുറത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നു പോയത് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. 1 മാസത്തിനുള്ളിൽ ഇതിന്റെ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനായി നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.